എന്താ വേണ്ട എന്താ വേണ്ട എന്ത് പാപ്പ അത് ബിസ്ക്കറ്റ് പാപ്പ എന്താണ് എന്താണ് അത് കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞില്ലേ ഇപ്പൊ കിട്ടും പൊന്നാ അല്ലേ പൊന്നാ പിറന്നാളായിട്ട് അമ്മനെ തല്ലിനോ അമ്മ എന്താ തള്ള ചവിട്ടിയ പിള്ളക്ക് വേദനിക്കില്ല എന്നാ പറയാ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോ ചവിട്ടൊക്കെ വേണം പാപ്പ എവിടെ അമ്മേ പാപ്പ എവിടെ നാളെ നെയ്യ് കൊണ്ടുവന്നത് എവിടെ മാ ഇപ്പൊ നെയ്ച്ചോറിന്റെ അരി വാങ്ങിയില്ലേ നാള് അപ്പൊ ഞാൻ നെയ്യ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇനി നെയ്യ് വെളിച്ചെണ്ണ വെച്ചോ എന്തമ്മാ ഞാൻ നോക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് എടുത്താ ഇന്നെന്താ നമ്മൾ പായസം വയ്ക്കും എൻ്റെ ശ്രദ്ധ തിരിച്ചു ഒന്ന് പൊയ്ക്ക കരിഞ്ഞു പാക്കറ്റ് അത് ചെറിയ ഡപ്പയാണേ ഫ്രിഡ്ജിന്റെ ഉള്ളിലുണ്ടോക്കിയൊക്കെ കണ്ടോ കണ്ടോ രണ്ടെണ്ണം ഇതാണ് ഞാൻ പറയുന്നത് ഞാൻ വാങ്ങിയ സാധനം കാണാനല്ല പറഞ്ഞു എങ്ങനെ ശരിയോ ആ പായസത്തിലുള്ള പാല് ഇപ്പൊ സമയം എത്രയെന്നറിയോ 9:15 പാതിരാത്രിക്കാണ് നമ്മൾ പായസം വെക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് പായസം വേണോന്ന് എനിക്ക് തോന്നി. എൻ്റെ അമ്മൂൻ്റെ പിറന്നാളായിട്ട് ഒന്നും ചെയ്യാനും മനസ്സ് വരുന്നില്ല കേട്ടോ. പിന്നെന്താ വെച്ചാ അമ്മ പറഞ്ഞു സ്കൂളിൽ പോയിരിക്കാൻ പറ്റി പിറന്നാളായിട്ട് നന്നായി. ആ പാല പാത്രം കഴിഞ്ഞ പ്രാവശ്യം പോയില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മടിയായിരുന്നില്ലേ പിറന്നാളാണ് പറഞ്ഞിട്ട് സ്കൂളിൽ പോയിരിക്കരുത്. നമ്മൾ കേക്കൊന്നും മുറിച്ചില്ല കേട്ടോ. എന്താ കേക്ക് മുറിക്കും പിറന്നാള് മുറിക്കില്ല കേട്ടോ. കേക്ക് പിറന്നാൾ കഴിഞ്ഞ ഏകദേശം 1 മാസം കഴിഞ്ഞാൽ മുറിക്കില്ല. അമ്മോ CH എന്തിനാ കേക്ക് 3യോ അതെന്താ ഇതടച്ചേക്ക് +2 കുഞ്ചൂസ് ഫാമിലി ഫാമിലിയൊക്കെ ചെറിയൊരു അമ്മ 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 ഇന്നില്ലേ ഇംഗ്ലീഷ് ടീച്ചർ ഇംഗ്ലീഷ് മാത്രമായിട്ട് സംസാരിക്കുന്നത് ഒരു ചാപ്റ്റർ പറ. ഇംഗ്ലീഷ് ഇല്ലേ അമ്മ ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിക്കട്ടെ. ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഇംഗ്ലീഷ് മാത്രം പറയണ എക്സ്പ്ലനേഷനൊക്കെ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു കേട്ടോ. അച്ചുവിടെ എന്തോ പരിപാടി? കാലടച്ചില്ല എൻ്റെ ഇവിടെ അല്ലേ അച്ചുവിന് എപ്പോഴും കാല് കടച്ചില്ല കേട്ടോ. അത് എന്നും കാല് കടച്ചില്ല എൻ്റെ കുട്ടിക്ക്. അച്ഛമ്മേനും ഉന്തിയിട്ടുണ്ട്. അച്ഛമ്മയ്ക്ക് അതിനേക്കാളും വയ്യാണ്ട് അച്ഛമ്മ നിൽക്കുന്നത്. ആ അച്ചു അമ്മൂന് ഗിഫ്റ്റ് കാണിച്ച് കൊടുത്തില്ലേ? കൊടുത്തു ഗിഫ്റ്റൊക്കെ കാണിച്ചു കൊടുത്തു. സത്യം അറിയട്ടല്ലേ ഇന്ന് ഉറക്കം വരിക കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയിപ്പല്ലേ അങ്ങനെ ഇങ്ങോട്ട് പോയി അവിടെ ഇങ്ങോട്ട് കടന്നിട്ടേ എങ്ങനെ ഒരു ഉറക്കം ഉറങ്ങിക്കണു പറഞ്ഞിട്ടാ. എന്താന്നല്ലേ കണ്ണു വഴിയതേ ഇല്ല പറഞ്ഞില്ലേ. ഒന്നാമത് എന്താ വെച്ചാൽ ഈ 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നീക്കണതല്ലേ ഉറക്കവും ക്ഷീണവും ഒക്കെ പാടെ. വയറ് നിറച്ച് ചക്കക്കൂട്ടാൻ കൂട്ടിയിട്ട് കഞ്ഞിയും കുടിച്ചു. നാളെ നെയ്ച്ചോറോ? രാവിലെ നെയ്ച്ചോറോ? എന്താ കഥ? നാളെ ഇഡ്ഡലി ഉണ്ടാക്കാം. കടലക്കറി ഗ്രീൻ പീസ് കറി അല്ലേ. അച്ചു നിങ്ങളിങ്ങനെ വേണമെന്ന് പറയുമ്പോൾ പറയല്ലേ എല്ലാ കുഞ്ഞുമക്കളും ഉണ്ടാവില്ലേ. നമ്മൾ നമ്മുടെ മാത്രമല്ല ഓരോരുത്തർക്കും ഇങ്ങനെ കഴിക്കാനൊക്കെ പൂതിയുള്ളവരുണ്ടാവില്ലേ അമ്മ. നമ്മുടെ വീട്ടിൽ ഇവിടുന്ന് കഴിക്കാനോ? അത് ഞാൻ ഉണ്ടാക്കി തരാം നാളെ. ക്ലാസ്സിക്ക് കൊണ്ടുപോകാൻ തരില്ല കേട്ടോ. എന്താണെന്നറിയോ നമ്മുടെ പോലെ തന്നെ നമ്മളെക്കാൾ അച്ഛത് ഡി അമ്മ ഇതിലൊരു കുറച്ച് വെള്ളം എടുത്തിട്ട് പോകുന്ന അത് അവിടെ തന്നെ വെച്ചോ. ശർക്കര അല്ലെങ്കിൽ തിന്നോട്ടെ ഒരു അച്ചുവല്ലേ.
നന്നാവും. എന്നാ പിന്നെ അത് അവിടെ വെക്കാൻ സമ്മതിക്കില്ല കേട്ടോ അവൻ. പിന്നെ അതന്നെ മതിയിട്ട് ലാസ്റ്റ് മിഠായി ഇങ്ങനെ മധുരം കൊടുക്കേണ്ട കുട്ടിക്ക്. പിന്നെ കുട്ടൻ ഇനിയിപ്പോൾ മധുരത്തിൽ കുളിക്കും അവൻ, ശർക്കരയ്ക്ക് മേത്ത് കൂടെ ആക്കിയിട്ട്. രാത്രി കിടക്കുമ്പോൾ ഉറുമ്പ് തിന്നും ഒക്കെ പാടെ. അതുണ്ടാവുക ഉറുമ്പ് തിന്നും പൊന്നൂന് ഉറുമ്പ് തിന്നും രാത്രി. അതുണ്ടാവുക. ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത്? എന്താ ഉണ്ടാക്കണേ? ഇന്നിപ്പോൾ എല്ലാവരും അടുക്കളയിൽ ഉണ്ടാവും കേട്ടോ. സമയം എത്ര നേരം ആയതുകൊണ്ടാണ് കേട്ടോ മക്കളെയൊക്കെ കാണുന്നത്. എന്ത് 10 മണിക്ക് പായസം ഏതെങ്കിലും പിറന്നാളല്ല സുകന്യ, എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? കേക്ക് മുറുക്കൽ ഒഴിവാക്കിയിട്ട് പായസം വെച്ചപ്പോ അത് നേരം വഴിക്ക് പോയി പറഞ്ഞാലോ. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ അമ്മ? ഇന്നലെ കേട്ടാ കുഞ്ഞുണ്ണി അറിയണ കേട്ടോ. കുഞ്ഞുണ്ണി അറിയാം ഒരു കേക്ക് വാങ്ങിക്കൊടുത്തു. അല്ലേ കയ്യും കൊണ്ട് കാണിക്കാം. ഒരു കേക്ക് വാങ്ങിക്കൊടുത്തു. അതാ അച്ചുവിന്റെ ഗിഫ്റ്റ്. ഇതാ നല്ല ചന്തന്റെ അച്ചു. കിട്ടിയില്ലേ? ഞാൻ അച്ഛനോട് പറയാൻ ചെയ്തു എനിക്ക് പാവക്കുട്ടി അതാണ് അവളത് ഓർത്ത് വെച്ച് വാങ്ങിയില്ലേ? ഓർത്ത് വെച്ച് പൈസ ഉണ്ടാക്കി വെച്ച് വാങ്ങിയില്ലേ? കഴിഞ്ഞാൽ അച്ഛനോട് പൈസ ഈശ്വര, അത്ര പേരുണ്ടോ? അത് 100 രൂപയ്ക്ക് പൂരപ്പറമ്പെന്ന് വാങ്ങണ സാധനം പൂരപ്പറമ്പെന്ന് 100 രൂപയ്ക്ക് കുഞ്ഞിനെ പറയാൻ ഉത്തരം കൊടുക്ക്. അത് ശരി, നീ കൊടുക്കണ്ടോ പൈസ ഇടാൻ? ലുലു മാളത്ത് നോക്കണ്ട. ലുലു മാളിൽ എന്ന് കൂടും, നാളെ കമ്മിയാവും, മറ്റന്നാ പിന്നെയും കൂടും, അതിൻ്റെ പിന്നെയും കമ്മിയാവും. പായസം നല്ല ചന്തണ്ട് അച്ചു അത് കേട്ടോ. നല്ല ചന്തണ്ട്. ഒരവസരം തന്ന എല്ലാവരും പാടെ കലവില കലവില കലവില. നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഇന്നിപ്പോ പായസം വെക്കും കൊണ്ടാ തോന്നുന്നു. തെരുതെരേനെ എടുക്കണം അവനെ. ശർക്കര പൊട്ട് കൊടുത്തോളും വീട്ടില്, അല്ലെങ്കിൽ ഈ പായസം കുടിക്കണ്ട. വലിയമ്മ പായസം വെച്ചുതരാം. പായസം വെച്ചുതരാം കേട്ടോ. പായസം വെച്ചുതരാം. നാളെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. മറ്റേ നമുക്ക് ഇന്നും ഉണ്ടാക്കണ്ട. ബിരിയാണിയൊക്കെ ഇന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ബിരിയാണി ഞായറാഴ്ച ഉണ്ടാക്കാം കേട്ടോ. എപ്പോഴും ബിരിയാണി ഇല്ലാൻ വല്ല ഇതാണ്ടോ സുകന്യയുടെ പോലെ ഗുണ്ടുമണിയാവും. ഞാൻ കണ്ടോ? ചക്ക വേണ്ടേ? ആ ചക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിതാണ്ടോ വറക്കാൻ വേണ്ടിട്ട്. ചക്ക വേണ്ടേ? ചക്ക വേണ്ട. ചക്ക ചക്ക ഇതിനെന്താ പറയാ? ഇതിനെന്താ പറയാ? ഇത് വറുത്താലില്ലേ ചായക്ക് ഇത്ര വലിപ്പമുള്ളത് വറുത്ത് കഴിഞ്ഞാൽ ചായക്ക് അടിപൊളിയാണ് കേട്ടോ. അതിന് വേണ്ടി വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്തം വിട്ട് ഇറങ്ങിയെന്ന്. അന്തം വിട്ട് കുന്തം പറഞ്ഞു. അമ്മ പാത്രം ഇങ്ങനെ കഴുകുമ്പോ പാത്രത്തിന്റെ വറക്കാൻ തന്നെയായിരുന്നു. അപ്പോഴേക്ക് കടന്നിറങ്ങി പോയില്ലേ? പിന്നെ ഒന്നാമത് ചോറൊന്നും വെക്കണ്ടായിരുന്നു, കൂട്ടാനും ചോറും ഉണ്ടായിരുന്നു. പക്ഷെ എണീക്കാന് എന്താ ഇതിന് ഉറക്കം 3 മണിക്ക് എന്നിട്ടന്നെ നമ്മൾ കമന്റിന് റിപ്ലൈ കൊടുക്കാണ്ട് അല്ലേ? അത്ര നേരം വഴുകുണ്ട് പറഞ്ഞിട്ട സുനി. ഇതെന്താ കാണിക്കുന്നത്? രണ്ടാൾക്ക് എന്റെ അടുത്ത് തോളുണ്ടിരിക്കണു. കേറിക്കോ. ഒരാൾ നമ്മുടെ തലയിൽ കയറിക്കോളൂ. അമ്മയുടെ ഒഴിഞ്ഞിക്കല്ലേ? ഒഴിഞ്ഞെടുക്കണ്ട അമ്മ.
ഇന്നലെ പറയണേട്ടാ എൻ്റെ അടുത്തേ അമ്മ ഞാൻ നമ്മുടെ അടുത്ത് കിടക്കട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കടന്നോ, 4 മണിയാകുമ്പോൾ ഞാൻ നീച്ച് പോട്ടോ, ഈ പിന്നെ ഒറ്റയ്ക്ക് അവിടെ കിടക്കേണ്ടി വരും പറഞ്ഞു. അപ്പോൾ പിന്നെ മെല്ലെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങനെ പമ്മി പോയിരുന്നു. പിന്നെ കുഞ്ഞൻ വന്നു, വല്യമ്മ ഞാൻ വല്യമ്മ ഇത് കിടക്കട്ടെ. അവൻ ഞാൻ പറഞ്ഞു എന്നാൽ കുഞ്ഞാ കടന്നോ. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു രാവിലെ നീച്ചിട്ടേ ഞങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കണതാണ്, അപ്പോൾ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇവിടെ കടന്ന വല്യമ്മ പോകുമ്പോ എന്റെ റൂമിലേക്ക് പോകാൻ പറ്റില്ല, പഠിക്കേണ്ടവരും വന്നോ. അപ്പൊ 4 മണിക്ക് 5 മണിയാകുമ്പോ നീച്ച് പഠിക്കേണ്ടി വരും പറഞ്ഞപ്പോ വേഗം ഓടണു അമ്മ. എന്റെ കുട്ടിയാ ഇത് കിട്ടിയോ? 2 ആൾക്കും കിട്ടി. പായസം വെച്ചിട്ട് അത് ഞാൻ നിന്റെ തന്നെയാണ് കേട്ടോ. അപ്പോ നിന്റേന്ന് പറയാൻ ഒരാളായി. തരാ അതൊന്ന് തളയ്ക്കട്ടെ. എന്താ വേണ്ടേ? എന്തിനാ കൊറേ സ്വത്തും മുതലും അല്ലേ? ആ എന്താ സേമിയ ഇട്ട് കൊടുക്കണ്ട്. ആയിട്ടില്ല കുഞ്ഞുണ്ണിയെ, ആയിട്ടില്ലേ. അത് കഴിക്കട്ടെ പറഞ്ഞിട്ടാവുമ്മ ഉണ്ടാക്കിയിട്ട് അവര് കഴിക്കട്ടെ. ഞാൻ നേരത്തെ കഴിക്കണം എന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് കോങ്ങാട് പോയിരുന്നു. കിച്ചൂന് യൂണിഫോം ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അവന്റെ കഴിഞ്ഞ കൊല്ലത്തെ ഫാൻ്റെ അവന് ഇറുകിയിട്ട് കുട്ടി പറയുകയും ചെയ്തില്ല കേട്ടോ വേണമെന്നുള്ളത്. നാളെ മാത്രം ട്യൂഷന് പോയി വന്നപ്പോൾ ഇവിടെ അങ്ങനെ ഇറുകിയിട്ടേ എന്താ ഊരി കഴിഞ്ഞപ്പോൾ നല്ല പാട്. അപ്പോൾ എന്താ കിച്ചിട്ട് പറഞ്ഞപ്പോൾ നല്ല ഇറുക്കാണ് അമ്മ പറഞ്ഞു. അപ്പം ഇന്ന് പോയിട്ട് റെഡിമെയ്ഡ് അവന് പാൻറ് എടുത്തതാണ് കേട്ടോ, ഫാൻ്റല്ല പാൻറ് എടുത്തു. അത് 250 രൂപ അല്ലേ? റെഡിമെയ്ഡ് എടുക്കുക നല്ലത് അല്ലേ? ഇനി അത് തുന്നാൻ കൊടുക്കണം. ഒന്ന് വെറുതെ അടിച്ചു വിട്ടാൽ മതിയല്ലോ. മറ്റേത് പറഞ്ഞ തുന്നൽക്കൂലി നല്ല പോലെ ആവുമല്ലോ. അപ്പൊ ചെക്കനെ ഒന്ന് എടുത്തു വിട്ടോ. പിന്നെ ആടി സെയിലാണ് അവിടെ. അതാ അമ്മൂട്ടി നാളെ സ്കൂളിലേക്ക് ക്ലാസ് പോകുമ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണം. വേറെണ്ടോ? ഞാൻ അത് കഴിക്കുകയില്ല. അത് കഴിച്ചു കഴിഞ്ഞാലേ ഗ്യാസ് നിറഞ്ഞിട്ട്. പായസല്ല, നീ തിന്നുന്ന സാധനം എന്തെങ്കിലും കഴിച്ചു. ചായ കുടിക്കുമ്പോ ഒരു 2 തിന്നോട്ടെ കൊണ്ടു വെച്ചാ അതിപ്പോ പുലിവാലായിപ്പോ അല്ലേ? കുഞ്ഞുണ്ണി അവിടെ ഇരിക്കി. ചായ കുടിക്കാൻ കാണണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചരിട്ടല്ലേ ഓണന്നത്. ഇന്നിപ്പോ കടയിൽ കയറിയപ്പോ ഞാൻ ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി നിന്നപ്പോ അനിയേട്ടൻ പറഞ്ഞു ബിസ്ക്കറ്റ് വാങ്ങണ്ട പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട്. എന്താ ഓരോ കൂടെ ബിസ്ക്കറ്റ് തിന്നാൻ പാടില്ല. അവിടെ ഇരിക്കടാ എണീക്കാൻ പാടില്ല. ഏട്ടാ ചോദിക്കണ കേട്ടോ എന്താ തിന്നാന്ന്. എണീക്കാൻ പാടില്ല, അവിടെ ഇരി കേട്ടോ. മേലെ വയറുണ്ട് അവിടെ. എവിടെ അമ്മ പഞ്ചാര അങ്ങനെ നിൽക്കണ്ട. പഞ്ചാരയൊക്കെ കുറച്ച് മതി. ഓരോ ആൾക്കാർ ജിമ്മിന് പോകുന്നുണ്ട്. ഇപ്പൊ പഞ്ചസാരയും തൊടാൻ പാടില്ല. പായസം വേണ്ടെന്നല്ലോ. ഞാൻ കുടിക്കുന്ന കുറച്ച് മതി. ഓ അച്ഛൻ കുടിച്ചിട്ടില്ലെങ്കിൽ കുടിക്കാത്ത ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഒന്ന് അടുത്തുനിന്ന് ഇറക്കിയിട്ട് വേണം പറഞ്ഞാണ് കുഞ്ഞുണ്ണി ഇരിക്കണത്. ആര് അച്ഛൻ കുടിച്ചിട്ടൊക്കെ കുടിക്കില്ല അറിയാണ് അല്ലേ? ഞാൻ അതാണ് വാങ്ങാ പറഞ്ഞത്. പാൽപ്പായസം വെക്കാന്ന്. ഇത് പായസം അല്ലേലമ്മ? ഞാൻ ഗ്രീൻ പീസ് ആ വേണോ? അത്ര വേണോ? ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട് വെക്കുമ്പോ ഇന്ന് വേണമെങ്കിൽ എടുക്കാം. ഗ്രീൻ പീസ് മധുരം കുറച്ചിട്ടാ മതി. ഇഡ്ഡലി ചട്നി വേറെ 2 കുട്ടികൾ ഇട്ടില്ലേ കേട്ടോ. എല്ലാരും ഇഡ്ഡലിയല്ല ഇഡ്ഡലി കൊണ്ടുവന്നേ ഞങ്ങൾ കേട്ടി മാത്രം തുറന്നില്ലേ.
ചോറ്റുപാത്രം തുറന്നപ്പോഴാണ് എല്ലാം 3 പേര് ഇഡ്ഡലി, ബാക്കി 2 പേര് ചോറ്. ഇഡലിന്നാ പറയാ, ഇഡ്ലി. നമ്മള് പറയും ഇഡ്ഡലിന്ന്, ഇറ്റലി പറയുന്ന പോലെ. കേട്ടോളി. എന്നിട്ട് എന്താ രണ്ടാം പറഞ്ഞില്ലേ 2 അത്തറുണ്ട്, അവര് ഫുഡ് കഴിച്ചില്ല. 3 പേർക്ക് ഇഡ്ഡലിയില്ല, 3 പേര് എത്ര 4 കൊണ്ടുവന്നു. ശരി. പിന്നെന്താ, ഞാൻ 4 വെച്ചു കൊടുത്തമ്മ. അതുകൊണ്ട് എല്ലാവർക്കും ഓ അമ്മേന്റെ കറി ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അമ്മേന്റെ കറി കഷ്ണല്ലേ കഷ്ണുണ്ട് മൊത്തം. ചാറ് നോക്കിയപ്പോ അതെന്താ അങ്ങനെ ഇത്? അമ്മ ചാറ് കുറച്ച് വെച്ചൊരു കഷ്ണം മാത്രം. ഉള്ള കഷ്ണം മുഴുവൻ ഇട്ടിട്ടേ. എങ്ങനെയുണ്ട് കറി? ഇത്രേ കറി ആയിരിക്കും കൂട്ടാൻ കിട്ടിയില്ല. കറി എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ എല്ലാവരും കൂട്ടാൻ കിട്ടണ്ടേ. നാളെ മാത്രമേ കഷ്ണം വേണ്ട, കഷ്ണം വേണ്ട, കഷ്ണം വേണ്ട. പടവലങ്ങ, പലവടങ്ങയല്ല പടവലങ്ങ. എന്താ പലവടങ്ങ? ഞാൻ അതൊന്നല്ല കൂട്ടിയത്. മത്തൻ, കുമ്പളങ്ങ, ക്യാരറ്റ്, ഉള്ളി, ഉരുളക്കിഴങ്ങ്. പലവടങ്ങ അല്ലേ? അല്ലേട്ടാ, എന്താ ചെറിയൊരു കൂട്ടാൻ പാത്രം വാങ്ങണം ഇവർക്ക്. കറികൾ കൊണ്ടുവെള്ളമില്ലേ, മറ്റേത് ഉപ്പേരി പാത്രമില്ലല്ലോ. ആർക്ക് ആർക്ക് കൊടുത്തോളൂ. ഊണേക്കണ നേരമായ അച്ചാറ്. ഇതാ നമ്മുടെ പായസമായേ. ഇനി വല്ലാണ്ട് കുറുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞ വെച്ചല്ലേ, അത് സാമ്പാർ ചൂടാക്കാൻ. ഇതാ ഇത് കുടിച്ചിട്ട് എന്നാ ചോറിനിട്ട് പായസം കുടിച്ചാൽ മതി. അപ്പൊ ഇത് ചൂടാറും കേട്ടോ. പിന്നെ ആർക്ക് വേണ്ടിട്ടപ്പോ ഇത് ഉണ്ടാക്കിയത്? ഇത് നീ ബാക്കിയുണ്ടെങ്കിലേ നേരെ ഫ്രിഡ്ജ് കയറ്റാം. നാളെ രാവിലെ അങ്ങോട്ട് കുട്ടിക്കുക, കട്ടക്കിട്ട് ഫീസറിൽ വെച്ചിട്ട്. അതിനുള്ളതൊന്നും ഉണ്ടാവില്ല അമ്മ. പായസം രാത്രി ഇതാ കണ്ടോ, പായസം സെറ്റ് ആയിട്ടോ. 4 മണിക്കൊക്കെ ഉണ്ടാക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞായിരുന്നു. എന്തമ്മാ, ചക്കക്കൂട്ടാനുണ്ടേ, സാമ്പാറുണ്ടേ, മോര് കൂട്ടാനോ. പിടിച്ചു കൊടുക്ക്. അവൾക്ക് ചക്ക കൂട്ടാനാണ് ഇഷ്ടം. ചക്ക കൂട്ടാന് വെള്ളം കൂടിയോ? എന്താണ്ടോ ഇന്നലെ വെച്ചതാണ് മോരിക്കൂട്ടാൻ, ഇന്ന് രാവിലെ വെച്ചതാണ് സാമ്പാർ, ഉച്ചയ്ക്ക് വെച്ചതാണ് ചക്കക്കൂട്ടാൻ. ഇന്ന് പണിക്കാർക്കൊക്കെ സാമ്പാർ, ചക്കക്കൂട്ടാൻ, മീൻ വറുത്തത് വരുന്നു കേട്ടോ. അവർക്ക് ഇഷ്ടായില്ലേട്ടാ. കാരണം ചക്കക്കൂട്ടാനൊന്നും പറഞ്ഞു ചക്കക്കൂട്ടാൻ എപ്പോഴും കിട്ടില്ലല്ലേ, എല്ലാരും ഉണ്ടാക്കും. അപ്പൊ എപ്പോഴെങ്കിലും കിട്ടുമ്പോ രസല്ലേ. എന്റെ മുഖത്ത് കുറച്ചൊക്കെ ഒന്നിനൊരു മാറ്റം തോന്നുന്നുണ്ട് അല്ലേ? കൊറേ ഇല്ലേ മാറ്റം തോന്നല്ലേ? കൊറേ പേര് കൊറേന്ന് പറഞ്ഞു തന്നോ. എനിക്ക് സത്യം അറിയാച്ചല്ലേ, കസ്തൂരി മഞ്ഞളും കയ്പം വേപ്പിൻ്റെ ഇലയും അരച്ച് തേച്ചപ്പോഴാണ് കുറേ ഒരു സമാധാനം അല്ലേ? അല്ലേ? അത് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ രാത്രിയിൽ തേക്കും കേട്ടോ. രാത്രി തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ സോപ്പ് ഇടാണ്ട് വെറുതെ കഴുകി കളയും. കഴുകി കളഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ സോപ്പ് ഇടും. ഈ കപ്പില്ലേ, ഇവിടുത്തെ കപ്പുകളൊക്കെ താഴെ വീണ് ഇവരൊക്കെ പൊട്ടിച്ചേ, എല്ലാം പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ അമ്മയുടെ പണിസ്ഥലത്തേക്ക് ഇന്നാൾ പോയില്ലേ, അപ്പോൾ അതാ കണ്ടോ, അവിടെ നിന്ന് മമ്മി തന്നതാണ് കേട്ടോ. ഇതാ ഗ്ലാസ്സുകൾ, ഒരു സെറ്റ് ഗ്ലാസ്. ഇതാ എനിക്ക് ആരെങ്കിലൊക്കെ വരുമ്പോൾ നാണക്കേടാവുക, ഗ്ലാസ് ഇതാ എനിക്ക് ആരെങ്കിലൊക്കെ വരുമ്പോൾ നാണക്കേട് തോന്നുകയാണേ. നമ്മളെങ്ങനെയാണ് ഇതാട്ടോ സെറ്റായി കണ്ടില്ലേ, ഇങ്ങനെ വരണം. പായസം കുറച്ച് പാല് കൂടുതൽ എങ്ങനെ ഇനി ഇത് ചൂടാറുമ്പോ ഇതാ കണ്ടില്ലേ, ഒന്നുമില്ല. നീ ഒന്ന് കഴിച്ചു നോക്കും. ഇതില് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടില്ല കേട്ടോ. നമ്മള് തുള്ളി നെയ്യന്നെ ഒഴിച്ചു കൊടുത്തു.
അത് പിന്നെ വാങ്ങാൻ പറഞ്ഞപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ വാങ്ങിയില്ല. ഇതാണ്ടില്ലേ, ഇതൊന്ന് ചൂടാറട്ടെ. എങ്ങനെയുണ്ട് ടീച്ചറുടെ പായസം? അണ്ടിപ്പരിപ്പ് മുന്തിരിയും മുന്തിരി എനിക്ക് ഇഷ്ടമല്ല. മുന്തിരി പായസത്തിലായി കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ എനിക്ക് ആ പായസം കുടിക്കേണ്ട പൂതി മാറും. പിന്നെ ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ 2 എണ്ണം. അത് ഇനി ഒന്ന് ചൂടാറട്ടെ പറഞ്ഞിട്ട് തുറന്ന് വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പോഴേ സത്യം പറയാച്ചാൽ നല്ല തിരക്കാണ്. തിരക്ക് പറഞ്ഞാൽ പണിക്കാരുള്ളതും അല്ലേ, പണിക്കാരുണ്ടാവേണ്ട തിരക്കാണ്. അവർക്ക് 2-3 നേരം ഭക്ഷണമൊക്കെ ആകുമ്പോഴേക്ക് തിരക്കാവും. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കൽ വേഗം തട്ടിക്കൂട്ട് വീഡിയോകൾ ഓടി വേഗം എടുക്കുക. വീഡിയോ എടുക്കാൻ പറ്റിയ ആൾക്കാരും ഇല്ല. നമ്മളിപ്പോൾ പിന്നെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ തോന്നണ്ടെന്ന് വിചാരിച്ച് മക്കളുള്ളപ്പോഴും ഏട്ടുള്ളപ്പോഴും ചിലരൊക്കെ ഇങ്ങനെ പറയുന്നല്ലേ, രാത്രിയിൽ ഇയാളെന്താ പണിക്ക് പോകാത്ത പറഞ്ഞല്ലേ, ഈ പാതിരാത്രിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മക്കളെ. സമയം ഇപ്പോൾ എത്ര ചെയ്യുന്നറിയാൻ കാണിച്ചു തരാം കേട്ടോ. മുകളിൽ പപ്പടല്ല. സമയം കണ്ടോ, 9:52 സമയം. ഇത്ര സമയമായിട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പകൽവട്ടത്തിൽ രാവിലെ ഇവർ പോണതിൻ്റെ മുമ്പേ നമ്മൾ രാവിലെ വീഡിയോ എടുക്കുകയും ചെയ്യും. രാവിലെ 6 മണിക്ക് എണീക്കും. 6 മണിക്കോ എണീക്കല്? അപ്പൊ ജിമ്മിന് 4 മണിക്കോ? വല്ല സമയം അറിയണേ, ആ സമയത്ത് എണീപ്പിക്കും. എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. 4 മണി തെരടി മുത്തേ. എന്താ കൈ ഇങ്ങനെ പറഞ്ഞായിരുന്നു കുഞ്ഞിന്റെ? കുപ്പിപ്പാത്രത്തിലെ വേണ്ട കുഞ്ഞാ ക്ലാസ് എടുക്കുന്ന അവിടെ കുപ്പിപ്പാത്രം. എന്താ കുഞ്ഞിന്റെ? അതിന്റെ ഷർട്ട് എവിടെ പോ? എന്നാ മൊന്തയില് തരടാ ഉണ്ണി, കപ്പിൽ തരടാ. ക്ലാസ് പൊട്ടിക്കരുത് കേട്ടോ മുത്തേ. സ്റ്റീൽ കൊടുത്തു. ഇത് മതി. എന്താന്നറിയോ, ഒരു ആവേശാണ്, കൈകാര്യം ചെയ്തോ. ഒരാവേശാണ് കേട്ടാ. പുതിയ ചെയ്യരുതേ. അവസാനം രാത്രി ചില്ല് പെറുക്കാൻ ഇടങ്ങറാണ്. അതാ എന്താ നാട്ടമ്മ പാൻറ് ചോട്ട് പോയിരുന്ന് കഴിച്ചേട്ടാ. അച്ഛന് വേണ്ടേ? ഓടിവാ. ഒന്ന് ഇരിക്കട്ടെ കുഞ്ഞുണ്ണിയേ. ബാടാ പായസായിട്ടോ? പഴം പപ്പടം എവിടുന്നാണ്? പായസം വേണ്ടടി. വന്നു. ശക്തിമാൻ അത്താ. ഓ അടി കുട്ടിക്ക് പായസം കൊടുത്തേ. ഇത് മാമുണ്ണേന്റെ ഇടയിൽ ഓടി വന്നിരിക്കണല്ലോ. എന്നാ ഇത് കൊടുക്ക്, പായസം കൊടുക്ക്. സുകന്യ എപ്പോഴും പറയട്ടോ, ഓണസമയം പോയി അടുത്തമ്മ അങ്ങോട്ട് പായസം കുടിക്കാൻ തോന്നുന്നു. ഓണത്തിന് നമ്മൾ പായസം വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടരും കുടിക്കില്ല. 2 കൂട്ടരും ഓടും. 2 കൂട്ടരും അവിടെ ഇരുന്നോ? കുട്ടി അവിടെ ഇരുന്നോ? ഉണ്ട്. എവിടേക്ക് പോണ്? അതാ സമാധാനത്തെ പോയി. കൊച്ചു ടി വി അടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കുട്ടി പെട്ടെന്ന് കഴിക്കുക? എന്ത് ഇതില് പോരെ? അത്ര അവനൊരു ചെറിയ ക്ലാസ് കൊടുക്ക്. ഇത് ചൂടാറിക്കട്ടെ. ചൂടാറട്ടെ, അല്ല കുട്ടി കഴിക്കില്ല. അച്ചു ഇത് കഴിക്കുമ്പോ പപ്പടം ഉണ്ടോ പഴം ഉണ്ടോന്ന്. പഴം ഉണ്ടല്ലോ ഇവിടെ. പഴം വേണോ? പപ്പടല്ലേ ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന പഴം ഉണ്ട്. കാശി ഇനി സമാധാനത്തിൽ കുടിച്ചു എൻ്റെ കുട്ടി കേട്ടോ. കൊണ്ടുപോയി തന്നോ? ഞാൻ കുടിച്ചാലോ? കുറച്ച് കുടിച്ചോ. അനിയന് കൊണ്ടുപോയി കൊടുക്കട്ടെ. അവിടെ കഴിക്കുകയാണ് കോലായിൽ. അമ്മൂന് പായസം വേണ്ടടി. പിന്നെ അമ്മൂൻ്റെ പിറന്നാളിന് അമ്മൂന് വേണ്ടി പായസം വെച്ചിട്ട് അമ്മൂന് വേണ്ട വെച്ചാലോ? ഞാൻ കിണ്ണത്തിലാട്ടോ ഏട്ടാ. അപ്പോഴേ 1/2 ഗ്ലാസ് മതിട്ടോ. ഞാൻ കിണ്ണത്തിലാ കുടിക്കണെന്ന്. എന്തിനാ കുടിച്ചോ? അപ്പോ എവിടേക്കാ സൂര്യ ഓടുന്നു? അത് ഓട്ടുള്ള പാത്ര. എന്താ ഇതിൽ തട്ടെ. നമ്മളെ അമ്മുട്ടിയെ ചെറിയൊരു രീതിയിൽ കേട്ടോ മധുരം ഇപ്രാവശ്യം അമ്മുട്ടിയുടെ എന്താ പറയുക
ആ, എന്നാലും ഇപ്പൊ ചെറിയ രീതിക്കൊക്കെ ആയി, തുണിയായി, തുണിയായി, സമ്മാനങ്ങൾ കിട്ടി, സമ്മാനം, പായസമായി, കേക്ക് മാത്രമായില്ല എന്നല്ലേ ഉള്ളൂ. കേക്കും ആയില്ല, സദ്യ ഉണ്ടാക്കില്ല, സദ്യ ഉണ്ടാക്കില്ല എന്നല്ലേ ഉള്ളൂ. നമ്മള് എന്താ എന്തിനേലും മുറിക്കുമ്പോ അപ്പന്റെ പേര് ഓ നമ്മള് തോന്നുമ്പോ തിന്നാൻ തോന്നാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറച്ചായി അത് മതി. അല്ല ഇപ്പൊ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മള് കുറച്ച് എല്ലാം കൊണ്ട് ഒരു വിഷമത്തിലിരിക്കുന്ന സമയമാണ്. നടക്കല്ലേ വീട് പണിയും ഒരു വിഷമത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ നിൽക്കല്ലേ ഇപ്പൊ നമുക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാവട്ടെ അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സത്യം അറിയിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനില്ലേ, എന്താണ് ഒരു പഴയ ഒരു ഉഷാറായിട്ടില്ല, മനസ്സിങ്ങനെ തളർന്ന് പോവുക. അപ്പൊ അത് ചാനലിലേക്ക് വീഡിയോ ഇടാൻ എത്തുന്നില്ല, സെക്കൻഡ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ ഇടാൻ എത്തുന്നില്ല കേട്ടോ, സമയം കിട്ടില്ല. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നാളെ കാണാം.